ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അതിനു മുമ്പ് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഹാങ്ങിങ് ബാസ്ക്കറ്റ് പ്രിപ്പയർ ചെയ്തെടുത്തൊരു വീഡിയോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഹാങ്ങിങ് ബാസ്ക്കറ്റ് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി. അത് ഏകദേശം നമ്മൾ മാർച്ചിലൂടെയാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ സീഡ്സ് മേടിച്ച്, അതിനാവശ്യമായ സീഡ്സ് മേടിച്ച് അതിനെ പാകി തൈകളാക്കി എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ മേടിച്ച് വെച്ച ഹാങ്ങിങ് ബാസ്ക്കറ്റിലേക്ക് ആവശ്യത്തിന് കമ്പോസ്റ്റും മണ്ണും കൂടെ മിക്സ് ചെയ്ത് അതിനെ ഫില്ല് ചെയ്തു. അങ്ങനെ ഫില്ല് ചെയ്ത് ബാസ്ക്കറ്റ് റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ മുളപ്പിച്ച് വെച്ചിരുന്ന തൈകളെ എടുത്ത് ബാസ്ക്കറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. നമ്മൾ ഈ ഹാങ്ങിങ് ബാസ്ക്കറ്റിലേക്ക് മെയിനായിട്ട് മേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന തൈകൾ എന്ന് പറയുന്നത് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഉപയോഗിക്കുന്ന പെറ്റൂണിയ എന്ന് പറയുന്ന ചെടിയാണ്. അങ്ങനെ ഞങ്ങൾ മാർച്ച് ചെയ്ത് ഈ തൈകളൊക്കെ നട്ടിട്ട് പിന്നെ നമ്മൾ പിന്നെ കാത്തിരിപ്പിൻ്റെ കാലങ്ങളായിരുന്നു. അങ്ങനെ ഏകദേശം 2-3 ആഴ്ചയോളം പിന്നിട്ട ശേഷമുള്ള ചെടികളുടെ വളർച്ചയാണ് കാണുന്നത്. അത്യാവശ്യം തൈകൾ വളർന്നു വന്നിട്ടുണ്ട്. ഈ ചെടികൾ നമ്മൾ ആദ്യം വെച്ചിരുന്നത് കണസ്ത്രതി ട്രീയിലായിരുന്നു. അത് മുളപ്പിക്കാൻ വേണ്ടി കണസ്ത്രതി ട്രീ വെച്ചിരുന്നത്. ടെമ്പറേച്ചർ കറക്റ്റായി കിട്ടാൻ വേണ്ടിയായിരുന്നു. ആ സമയത്ത് ഏകദേശം തണുപ്പിൻ്റെ സമയമായിരുന്നുകൊണ്ട് പുറത്തേക്ക് ഞങ്ങൾ ഇറക്കിയില്ല. അതിനുശേഷം അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 15 ഡിഗ്രിയുടെ മേളിൽ പോയപ്പോൾ ഞങ്ങൾ ചെടികളെ പുറത്തേക്ക് ഇറക്കി വെച്ചു. ആ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ പറയുന്ന കമ്പോസ്റ്റിലേക്ക് ബോൺ മീൽ എന്ന് പറയുന്ന വളം ഇട്ട് മിക്സ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ പരിപൂർണ്ണമായിട്ട് പുറത്തേക്ക് ഇറക്കി വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ടെമ്പറേച്ചർ ഏകദേശം 15 ഡിഗ്രിയുടെ മേളിൽ പോയിരുന്നു. പിന്നീട് അത് അത്യാവശ്യം വളർന്ന് ബാസ്ക്കറ്റിൽ ഹാങ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ നിലത്തിരുന്ന ഈ ഹാങ്ങിങ് ബാസ്ക്കറ്റുകൾ പല ഭാഗത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് ഹാങ് ചെയ്തിട്ടു. അപ്പോൾ അത് ഹാങ് ചെയ്ത് വളർന്നു തുടങ്ങും. അതിനു വേണ്ടി അങ്ങനെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റുകൾ പൂക്കൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ആദ്യം 1-2 പൂക്കളൊക്കെ ആയിട്ട് സുന്ദരിയായിട്ട് വളർന്നു തുടങ്ങി. ഞങ്ങൾ പെറ്റൂണിയ വെച്ചുകൊണ്ട് തന്നെ ഏകദേശം 4ഓളം ഹാങ്ങിങ് ബാസ്ക്കറ്റ് പ്രിപ്പയർ ചെയ്തിരുന്നു. അത് വീടിൻ്റെ പല ഭാഗത്തായിട്ട് ഞങ്ങൾ അതിനെ ഹാങ് ചെയ്തു. ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഞങ്ങൾ പലതരത്തിലുള്ള കളർ കോമ്പിനേഷനോട് കൂടി പെറ്റൂണിയാസ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും. വൈറ്റ് കളറുണ്ട്, പർപ്പിൾ കളറുണ്ട്, പല കളറ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. പെറ്റൂണിയ അല്ലാതെ തന്നെ ഞങ്ങൾ വീണ്ടും മറ്റ് 2 ഹാങ്ങിങ് ബാസ്ക്കറ്റിലേക്ക് മറ്റു തരത്തിലുള്ള ഹാങ്ങിങ് ബാസ്ക്കറ്റ് യൂസ് ചെയ്യുന്ന ചെടികളിലൂടെ പിടിപ്പിച്ച് അങ്ങനെ 2 ഹാങ്ങിങ് ബാസ്ക്കറ്റുകൂടെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഏകദേശം 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിൽ നിറയെ പൂക്കളുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ 3 മാസം കൊണ്ടെടുത്ത ഈ ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ, ഞങ്ങളുടെ പൂക്കൾ പ്രിപ്പറേഷൻ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഗാർഡൻ വിശേഷങ്ങളും ഗാർഡനിലെ പുതിയ പച്ചക്കറികളും പൂക്കളുമൊക്കെയായി മറ്റൊരു വീഡിയോയ്ക്ക് കാത്തിരിക്കുക. Thanks for watching.